കുട്ടി, ഞാൻ അച്ചാച്ചൻ്റെ വീട്ടിലേക്ക് പോവാന്നു. ചാച്ചാ ബൈ ബൈ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇൻട്രോ പറയിപ്പിച്ചതിൻ്റെ നാഥപ്പനെ കൊണ്ടാണ്. അവനൊന്ന് പറയണമെന്നൊരാഗ്രഹം. അപ്പം എന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ കുട്ടികൾക്കായിട്ടൊരു പൂജയൊക്കെ ഉണ്ട് അമ്പലത്തിൽ. അപ്പോൾ അത് കൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിലൊരു പഴുത്ത ചക്ക ഇരുന്നിരുന്നു. അപ്പോൾ അത് പകുതി മുറിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം. അവിടെ ചക്കയൊക്കെ കിട്ടാൻ പാടാണ് കേട്ടോ. അപ്പോൾ അതും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇതാണ് ഞങ്ങളുടെ മരുതയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം. അവിടെ വെച്ചിട്ടാണ് പൂജ നടക്കുന്നത്. അവിടെ ഇപ്പോൾ പ്രതിഷ്ഠാദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു പൂജ വെച്ചിട്ടുള്ളത് അവർ. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി തൊഴുത് അടുത്തുള്ള അമ്പലകുളത്തിലേക്കും പോയി കാലൊക്കെ കഴുകി. അമ്പലങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു പോസിറ്റീവ് എനർജി പോലെ തോന്നുക കേട്ടോ. അതാണ് ശിവക്ഷേത്രം. അവിടെയൊക്കെ ഒന്ന് പോയി തൊഴുത് ഞങ്ങളങ്ങനെ ഊട്ടിനെ കയറി ഊട്ടൊക്കെ കഴിച്ച് അങ്ങനെ തിരിച്ച് ഞങ്ങൾ വരികയാണ്. വരുന്ന വഴിക്ക് ഞങ്ങൾ പഠിച്ച സ്കൂളിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങൾ പഠിച്ച ഞങ്ങളുടെ GUPS പവർട്ടി സ്കൂള്. 1 തൊട്ട് 7 വരെ ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ ഞങ്ങളുടെ ചുറ്റുപാടുള്ള എല്ലാവരും പഠിച്ച ഞങ്ങളുടെ സ്കൂളാണ്. സ്കൂളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുള്ളൊരു സ്കൂളാണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുമ്പോൾ എന്താണെന്ന് പറയുക, ഞങ്ങളുടെ ടീച്ചർമാരെയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത്. സൗദി ടീച്ചർ, എൽസി ടീച്ചർ, ഗ്രേസ് ടീച്ചർ, അനിത ടീച്ചർ, സുഹറ ടീച്ചർ, അങ്ങനെ ഒരുപാട് നല്ല ടീച്ചർമാരുണ്ടായിരുന്നു കേട്ടോ അന്നൊക്കെ. ഭയങ്കര സന്തോഷം നിറഞ്ഞ കുറേ ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ളൊരു സ്കൂളാണത്. അപ്പോൾ പണ്ടൊന്നും ഞങ്ങൾ പഠിക്കുമ്പോഴൊന്നും ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നീലയും വെള്ളയൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുള്ളൊരു സാധാരണ സ്കൂളായിരുന്നു കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ ഇതൊക്കെ ശരിക്കും കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു സന്തോഷം പോലെ തോന്നാം. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് എന്താ പറയുക വ്യത്യസ്ത തരം കാര്യങ്ങളൊക്കെ ഇവിടെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ മാവുമെന്നൊക്കെ എന്തോ ഒരു മാങ്ങ ഞങ്ങൾ പൊട്ടിച്ചതെന്നുണ്ടെന്നറിയോ, നല്ല വളൂർ മാങ്ങയാണ് ഇതുമ്പോൾ ഉണ്ടാവുക. ഞങ്ങളിങ്ങനെ കല്ലെറിഞ്ഞിട്ട് പൊട്ടിച്ചിട്ടൊക്കെ തിന്നും. പിന്നെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്നിട്ടാണ് ടീച്ചർ ക്ലാസ്സൊക്കെ എടുക്കുക. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ മോനൊക്കെ ഇരുന്ന് കളിക്കണേ ഈ പാർക്കൊന്നും അന്നൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ ശരിക്കും ഇവിടെ നല്ലോണം പൂഴിയൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു മുറ്റായിരുന്നു. അങ്ങനെ ഈ മരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ അടുത്തൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു തണലൊക്കെ ഇപ്പോൾ ഇവിടെ. മുന്നേ ഒന്നും ഇവിടെ ഒറ്റ മരങ്ങളും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഞങ്ങളുടെ 3ാം ക്ലാസ്. ഞങ്ങൾ അതിനകത്ത് ടീച്ചറെയാണ് 3ാം ക്ലാസ് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. എൻ്റെ ടീച്ചർ സ്പോർട്സിലും നന്നായി ആക്റ്റീവായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൊണ്ട് ഓടിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ആ മരത്തിൻ്റെ അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ ഓടുകയൊക്കെ ചെയ്യുക. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് കേട്ടോ മരുതിയൂർ സ്കൂളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ പഠിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു സ്കൂള് എന്ന് പറയുന്നത് എൻ്റെ മരുതിയൂർ സ്കൂളാണ്. അവിടുത്തെ ടീച്ചർമാർ ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിക്കുകയും ശരിക്കും ഉമ്മയടക്കം തന്നിട്ടുണ്ട് ടീച്ചർമാർ. ഡേസി ടീച്ചർ, എന്നെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഡേസി ടീച്ചർ, ഗ്രേസ് ടീച്ചർ, അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്, പറഞ്ഞാൽ ശരിക്കും തീരില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ വീട്ടിലേക്ക് പോയി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, പൊക്കോ, ഇനി പൂജയൊക്കെ ചിലപ്പോൾ നേരത്തെ തുടങ്ങും. നോട്ടീസിൽ 4 മണിയെന്നാണ് പൂജയുടെ സമയം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 4 മണിക്കൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അവർ തുടങ്ങുമ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ട്. സ്വാമിജി വരുമ്പോൾ തന്നെ ആയിട്ടുണ്ട് 6 മണി. അപ്പോൾ 6 മണി കഴിഞ്ഞിട്ടാണ് പൂജ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരത്തോടെ തന്നെ ഇവിടെ എത്തി. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ പിന്നെ അവരായിട്ടൊക്കെ കളിക്കാനും ഒക്കെ ആയിട്ട് നിന്നു. ഞാനും എൻ്റെ മക്കളും പിന്നെ അമ്മായിയുടെ മക്കളും ചേട്ടൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലം തുറന്ന് വിളക്കൊക്കെ വെച്ചപ്പോൾ ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് കയറി. തൊഴുതു. ഉള്ളമ്പലത്തിൽ കയറിയില്ല, പുറത്തൊക്കെ ഒന്ന് ചുറ്റി തൊഴുതിട്ടൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. ഉള്ളിൽ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഉള്ളിൽ കയറാൻ നിന്നില്ല. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടുക. തൊഴുത് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അല്ല മനസ്സിന് ഭയങ്കര വല്ലാത്തൊരു സന്തോഷം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തൊഴുതിറങ്ങി അപ്പം തന്നെ സ്വാമിജി വന്നു കേട്ടോ. അപ്പോൾ സ്വാമിജിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല, നോട്ടീസിലുണ്ടായിരുന്നു, എനിക്കപ്പോൾ അത് ഓർമ്മയൊന്നുമില്ല. സ്വാമിജി നല്ല സ്വാമിജിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പ്രസംഗമായിരുന്നു ആളുടെ. കുട്ടികൾക്കായിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാൽ കുട്ടികൾക്ക് ഒരു എന്താ പറയുക ബോറടിക്കാത്ത രീതിയിൽ അവരെ സന്തോഷിപ്പിച്ചും ഹാസ്യരൂപേണയൊക്കെ ആയിരുന്നു ആളുടെ ഒരു പ്രസംഗവും കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളിയായിരുന്നു.
അതേപോലെ തന്നെയായിരുന്നു പൂജയും. നമുക്കൊരു എന്താ പറയുക, പൂജ ചെയ്യുമ്പോൾ ഒരു മടുപ്പ് തോന്നില്ല, അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് തോന്നിയത് പെട്ടെന്ന് അത് കഴിഞ്ഞുല്ലോ എന്നാണ് തോന്നിയത്. പിള്ളേരിങ്ങനെ ചോദിച്ചു, അമ്മ പെട്ടെന്ന് കഴിഞ്ഞുല്ലോ പൂജ എന്ന് ചോദിച്ചു. അവർക്കിത് ഏതാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല, എന്നാലും രസമായിരുന്നു. ഞങ്ങളത് ആസ്വദിച്ചിട്ട് നല്ല സന്തോഷത്തോടെയാണ് ആ പൂജ ചെയ്തത്. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ സ്വാമിജി പറഞ്ഞു, ഇനി വലം വെച്ചിട്ട് വരാം, അമ്പലത്തിൻ്റെ ഉള്ളിൽ വലം വെച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അതിൽ പങ്കെടുത്തിട്ടുള്ള അമ്മമാരും പിള്ളേരും എല്ലാവരുമായിട്ട് ഞങ്ങൾ അവിടെ പോയി വലം വെച്ച് വന്നു. നന്നായി പഠിക്കാൻ കിട്ടുമെന്നൊക്കെ പ്രാർത്ഥിച്ചു. അവരവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ കണ്ണൻ്റെ രൂപത്തിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഞങ്ങൾ വഴിപാടൊക്കെ ഇട്ടു. അവിടെ പുസ്തകം പേനൊക്കെ പൂജിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ചുറ്റുവിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മഴ വന്നപ്പോൾ കെട്ടുപോയിട്ട് രണ്ടാമത് കത്തിച്ചതാണ്. എന്തെന്നില്ലാത്തൊരു മഴയായിരുന്നു ആ സമയത്ത്. പെട്ടെന്ന് വന്നതാണ് ആ മഴ. പൂജ അവസാനിക്കുന്നതോട് കൂടിയിട്ടാണ് ആ മഴ വന്നത്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, പൂജ അവസാനിക്കുന്നത് മാത്രമല്ല ചെയ്ത ആ പൂജ ഭഗവാൻ അത്രയ്ക്കധികം ഇഷ്ടപ്പെട്ടു, അതാണ് ആ മഴ പെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ഞങ്ങൾക്ക് ബുക്കും പേനയൊക്കെ തന്നു കേട്ടോ. അവിടെ പങ്കെടുത്ത എല്ലാ മക്കൾക്കും അമ്മമാർക്കൊക്കെ ബുക്കും പേനയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ ലഘുഭക്ഷണം ഉണ്ടായിരുന്നു, ഉപ്പുമാവും ചായയൊക്കെ. അതൊക്കെ ഞങ്ങൾ കുടിച്ചു. കുറച്ച് നേരം കൂടി ഞങ്ങൾ അമ്പലത്തിലൊക്കെ അങ്ങനെ കറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന്. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.